നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 68ാം സ്വാതന്ത്ര്യദിന പുലരിയിലേക്ക്. എങ്ങും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മന്ത്രി മഞ്ഞളാംകുഴിയലി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് തന്റെ സ്വർണമാല യുദ്ധഫണ്ടിലേക്ക് സംഭാവന നൽകിയ പഴയങ്ങാടിയിലെ നബീസുമ്മ രാജ്യസ്നേഹത്തിന്റെ മാതൃക. നബീസുമ്മയ്ക്ക് നാടിന്റെ ആദരം. സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമശക്തി അവാർഡ് നേടിയ പട്ടുവം മംഗലശ്ശേരിയിലെ കെ ബിന്ദു വിജയത്തിളക്കത്തിൽ. കൃഷിയിലും കാർഷിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിലുമുള്ള ബിന്ദുവിന്റെ വൈദഗ്ധ്യത്തിന് അംഗീകാരമായി അവാർഡ്. തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ യാഥാർത്ഥ്യമായില്ല. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ തീരദേശവാസികളടക്കം ദുരിതത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം 68ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കനത്ത സുരക്ഷയിലാണ് ഇക്കുറിയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നത്. കണ്ണൂരിൽ നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മന്ത്രി മഞ്ഞളാംകുഴിയലി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. രാജ്യം 68ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ 8:30 പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി മഞ്ഞളാംകുഴിയലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. DSC, KAP, പോലീസ്, ഫോറസ്റ്റ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങി പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. ടെറിട്ടോറിയൽ ആർമി ബാൻഡ് മേളമൊരുക്കും. വർണ്ണശബളമായ പരേഡ് കാണാൻ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കമെത്തും. പൊതുജനങ്ങളും പരേഡ് കാണാനെത്തും. പരേഡ് നടക്കുന്ന പോലീസ് ഗ്രൌണ്ടിൽ കർശന സുരക്ഷാ പരിശോധനയുണ്ടാകും. പരേഡിന് ശേഷം മെഡൽ വിതരണവും നടക്കും. ദേശഭക്തി ഗാനാലാപനവുമുണ്ടാകും. രാജ്യം ഒരു സ്വാതന്ത്ര്യദിന പുലരി കൂടി ആഘോഷിക്കുകയായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഒരു സ്വാതന്ത്ര്യദിനം കൂടി. സ്വാതന്ത്ര്യദിനത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ദേശീയ പതാക ഉയർത്തുന്നു. വാഹനങ്ങളിലും വീടുകളിലുമടക്കം ദേശീയ പതാക പാറുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയുടെ മഹത്വം ഓർമ്മിക്കേണ്ടതുണ്ട്. ദേശീയ പതാകയുടെ മഹത്വത്തെക്കുറിച്ചും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KV തമ്പാൻ. ഓരോ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി നമുക്ക് മുൻപേ കടന്നുപോയവരുടെ പാദമുദ്രകൾ പിന്തുടരണമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനം. വീണ്ടുമൊരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നുവരുമ്പോൾ ദേശീയ പതാകയുടെയും ദേശീയ ഗാനത്തിന്റെയും മഹത്വം ഏറെ വലുതാണ്. ദേശീയ പതാക എങ്ങനെ ഉപയോഗിക്കണം? ഈ രംഗത്ത് വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന അധ്യാപകൻ കൂടിയായ KV തമ്പാൻ പറയുന്നു. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് നിയമം മുന്നിൽ കണ്ടുകൊണ്ട് പതാക ഉയർത്താൻ ശ്രമിക്കുക. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പതാക ഉയർത്താൻ ശ്രമിക്കുക. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ഉള്ള വ്യവസ്ഥകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. 51A ആർട്ടിക്കിൾ പ്രകാരം ഓരോ പൗരനും അവൻ്റെ കടമ നിർവഹിക്കുക. പിന്നെ അഴുകിയതും അതേപോലെ വൃത്തിഹീനവുമായതും അംഗഭംഗം സംഭവിച്ചുമായ പതാക ഉയർത്തുന്നത് തെറ്റാണ്. അത് പതാകയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പതാക അടുത്ത ദിവസം തന്നെ പതാക ഉയർത്തുന്ന പതാകയുടെ പോസ്റ്റ്, പതാക ഇതൊക്കെ നേരത്തെ സജ്ജീകരിച്ച് വെച്ച് അതിന് എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഓരോ അധ്യാപക സമൂഹവും അതുപോലെ ഉദ്യോഗസ്ഥ സമൂഹവും നമ്മുടെ കച്ചവടക്കാരും എല്ലാവരും അവർ പതാക ഉയർത്തുമ്പോൾ അതിന് നിയമം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പതാക സ്കൂളിൽ ഉയർത്തുമ്പോഴും അത് ഉദയത്തിന് ശേഷവും അസ്തമയത്തിന് മുമ്പും മാത്രമേ പതാക ഉയർത്താൻ പാടുള്ളൂ. ഉയർത്തുകയും അസ്തമയത്തിന് ശേഷം അത് താഴ്ത്തിക്കെട്ടുകയും ചെയ്യേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥാപനങ്ങളിൽ അത് ശ്രദ്ധയിൽ വരാറില്ല. കുട്ടികൾ പലപ്പോഴും പതാക പ്ലാസ്റ്റിക് പതാകയായും മറ്റും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അത് വളരെ ജാഗ്രതയോടുകൂടി വെക്കേണ്ടതാണ്. റോഡിലും മറ്റും ഭാഗങ്ങളിൽ അത് വലിച്ചെറിയോ ഒന്നും ചെയ്യരുത്. നാം നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കേണ്ടതാണ്, നമ്മുടെ കടമയാണ്. അത് ഓരോരോ പൗരനും പാലിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യബോധം
കവിതാശകലങ്ങളിലും ചാനലുകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച് കഴിഞ്ഞ 8 വർഷമായി ഗവേഷണത്തിലാണ് അധ്യാപകനായ കെ വി തമ്പാൻ. ദേശീയ പതാകയ്ക്കെതിരെയും ദേശീയ ഗാനത്തിനെതിരെയും ഉയരുന്ന ഏത് നടപടിയും സസൂക്ഷ്മം വീക്ഷിക്കുന്നു വർഷങ്ങളായി ഈ സംഗീത അധ്യാപകൻ. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിന്റെ മറുപടിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ അധ്യാപകൻ. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. രാജ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക താവം പള്ളിക്കരയിലെ നബീസുമ്മയ്ക്ക് നാടിന്റെ ആദരം. ഇന്ത്യ പാക് യുദ്ധകാലത്ത് തന്റെ കഴുത്തിലെ സ്വർണമാല യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്ത നബീസുമ്മയെ ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി കടന്നുവരുമ്പോൾ നബീസുമ്മയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പഴയ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലഘട്ടമാണ്. പോയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നബീസുമ്മയ്ക്ക് പറയാൻ ഏറെയുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് തന്റെ വീട്ടിലെത്തിയവർക്ക് കഴുത്തിലണിഞ്ഞ സ്വർണമാല നൽകിയാണ് ഈ ഉമ്മ രാജ്യസ്നേഹം കാട്ടിയത്. മക്കൾ മരിച്ച് 6ാം ദിവസമായിരുന്നു ഇത് നൽകിയത്. കാലാവധിക്കു ശേഷം പ്രതിരോധ വകുപ്പ് ആഭരണം തിരിച്ചു നൽകാൻ തയ്യാറായെങ്കിലും അത് തനിക്ക് വേണ്ടെന്നും രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്നുമാണ് നബീസുമ്മ അറിയിച്ചത്. ഒരു ദേശത്തിന്റെ അഭിമാനമായ നബീസുമ്മ നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ഛിദ്രശക്തികൾ രാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും അഖണ്ഡതയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടി വാളോങ്ങി നിൽക്കുന്ന ആനുകാലിക സാഹചര്യത്തിൽ രാജ്യത്തിലെ മതസൗഹാർദ്ദവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി നബീസുമ്മയെ പോലുള്ള താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, നെഹ്റു യുവകേന്ദ്ര, മാടായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, NSS യൂണിറ്റ് എന്നിവർ ചേർന്ന് നബീസുമ്മയുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യു സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. KP മധുസൂദനൻ, സിബിൻ ജിൻസൺ, KV ലതീഷ്, ടി ഷിനു, പ്രജിൽ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമശക്തി അവാർഡ് നേടിയ പട്ടുവം മംഗലശ്ശേരിയിലെ ബിന്ദു വിജയതിളക്കത്തിലാണ്. കാർഷിക മേഖലയിൽ തൊട്ടതിലെല്ലാം തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവർ. കൃഷിയുമായി ബന്ധപ്പെട്ട് ഏത് യന്ത്രത്തിന്റെ പ്രവർത്തനമായാലും ഈ വളയിട്ട കൈകളിൽ ഭദ്രം. പട്ടുവം മംഗലശ്ശേരിയിലെ കെ ബിന്ദു എന്ന 38-കാരിക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമശക്തി അവാർഡ്. കൃഷി എന്നത് ഇവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ കൃഷിയിലേക്കിറങ്ങി. പിന്നീട് ഭർത്താവിന്റെ വീട്ടുകാരും കൃഷിയെ സ്നേഹിക്കുന്നവരായതോടെ കാർഷിക മേഖലയുടെ ആഴങ്ങളിലേക്കും നൂതന കൃഷിരീതികളിലേക്കും ഇവർ ഇറങ്ങിത്തിരിച്ചു. കൃഷിയിലും കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലുമാണ് ഇവർ തന്റെ കഴിവും കരുത്തും തെളിയിച്ചത്. ട്രാക്ടർ, ടില്ലർ, മെതിയന്ത്രം, കൊയ്ത്തുയന്ത്രം, തെങ്ങുകയറ്റയന്ത്രം, ഇങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മിക്ക യന്ത്രങ്ങളും ഈ വളയിട്ട കൈകളിൽ വഴങ്ങും. കൂടാതെ പാട്ടത്തിനെടുത്ത 4 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നു. 7ഓം 1-2 നെൽവിത്തനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇത് പടന്നക്കാട് കാർഷിക കോളേജിന് നൽകും. കൂടാതെ കുടുംബശ്രീയുമായി സഹകരിച്ച് ജ്യോതി, ഐശ്വര്യ, ആതിര, ഉമ തുടങ്ങിയ നെല്ലിനങ്ങളും കൃഷി ഇറക്കിയിട്ടുണ്ട്. തന്റെ അവാർഡിനെ കുറിച്ചും നെൽകൃഷിയിലെ വിജയത്തെക്കുറിച്ചും ബിന്ദു പറയുന്നു. അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ ആദ്യ കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ കൃഷി നമുക്ക് അന്നേരെ ഉള്ളത് കൊണ്ട് കൃഷിയോട് താല്പര്യം. SLCക്ക് എന്ന് വെച്ചാൽ SLC പഠിക്കുന്ന സമയത്തും എനിക്ക് വീട്ടിൽ കൃഷി ഉണ്ടായതുകൊണ്ട് സ്കൂളിൽ തന്നെ പോകുന്നത് കൃഷിപ്പണീൻ്റെ സമയം ലീവാക്കിയിട്ടായിരിക്കും. എന്നിട്ടും SLCൻ്റെ സമയത്ത് ഫസ്റ്റിൽ തന്നെ പാസ്സാകുകയും ചെയ്തിന്. അങ്ങനെ ഒരു കൃഷിപ്പണി എടുത്തത് കൊണ്ടും ലീവാക്കിയത് കൊണ്ടൊന്നും ക്ലാസ് മുടങ്ങിയിട്ടും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതെ ഭർത്താവിൻ്റെ വീട്ടിലും കൃഷിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടും കൃഷി എഴുതിന്. പിന്നെയും പുറത്ത് ഇപ്പോൾ കുടുംബശ്രീ ആയിട്ടും പിന്നെ ഇപ്പോൾ തൊഴിൽ സേനേൻ്റെ ഇതിലും പിന്നെ പുറത്തുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും എല്ലാം എനിക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. പുതുതലമുറയോടും ഇവർക്ക് പറയാനുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൃഷിയോട് താല്പര്യമുള്ള കുട്ടികളല്ല വരുന്നത്. അപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ആഹാരം ഇത് ലഭിക്കുള്ളൂ. അത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കാനും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുമുണ്ട്. തന്റെ കുടുംബത്തിന്റെ പിന്തുണയാണ് വിജയത്തിന് കാരണമെന്നും ബിന്ദു പറയുന്നു. കാർഷിക രംഗത്തെ വിദഗ്ധർ നൽകുന്ന ക്ലാസുകളും പരിശീലന പരിപാടികളുമെല്ലാം പങ്കെടുക്കുന്നതും ഏറെ സഹായകരമായിട്ടുണ്ട് ഇവർക്ക്. കരകൗശല നിർമ്മാണത്തിലും തന്റേതായ വൈദഗ്ധ്യം ഇവർ തെളിയിച്ചിട്ടുണ്ട്. വാഴനാര് കൊണ്ടുള്ള ചവിട്ടി, വാനിറ്റി ബാഗ്, ഫ്ലവർ വേസ്, പൂക്കുട തുടങ്ങിയവയും നിർമ്മിക്കുന്നു.
വെൽഡിംഗ് തൊഴിലാളിയായ ടി മനോഹരനാണ് ഭർത്താവ്. മൃദുല, മിഥുല എന്നിവർ മക്കളും. കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യത്തിനും ബിന്ദുവിനെ വിളിക്കാം. സഹായവുമായി ഇവർ ഒപ്പമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തളിപ്പറമ്പ് തൃച്ചംബരം പെട്രോൾ പമ്പിന് സമീപം അപകടം വിതച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്നിടത്തെ വെയിറ്റിംഗ് ഷെൽട്ടർ പൂർണ്ണമായും തകർന്നു. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നിടത്തെ ഷെൽട്ടറാണെങ്കിൽ ഏത് നിമിഷവും തകർന്നേക്കാം. അധികാരികളുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിഞ്ഞില്ലെങ്കിൽ ദുരന്തം ഏത് നിമിഷവും സംഭവിക്കും. ദേശീയപാതയിൽ തളിപ്പറമ്പ് തൃച്ചംബരത്താണ് ഇരുഭാഗത്തേക്കുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത്. തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നിടത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു വീണു കഴിഞ്ഞു. മേൽക്കൂര ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നിടത്തെ കോൺക്രീറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തീർത്തും അപകടത്തിലുമാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഈ ഷെൽട്ടർ. സർ സെയ്ദ് കോളേജ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയിടത്തിലേക്ക് പോകുന്നവരും നിരവധി വിദ്യാർത്ഥികളും ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് ദുരന്തം അറിയാതെയാണ്. ഏകദേശം 4 നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുള്ള ഈ വെയിറ്റിംഗ് ഷെൽട്ടറിൻ്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഈ വെയിറ്റിംഗ് ഷെൽട്ടർ ഇവിടെ ഉള്ളത്. ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഈ സ്ഥലം നിരവധി ബസ് യാത്രക്കാർ ഇവിടെ കയറി ഇരിക്കുന്നത് കാണാൻ പറ്റും. എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലാണ്. ഇതിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായേക്കാവുന്നതാണ്. മേൽക്കൂരയിൽ മരങ്ങളും ചെടികളും വളർന്ന നിലയിലാണുള്ളത്. പലയിടത്തും ചോർച്ചയുമുണ്ട്. അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റി ഇതിന് ഇത് പുതുക്കി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ നടത്തിത്തരുന്ന നമ്മളെ വിശ്വാസം. നമ്മുടെ അതിന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി മെമ്പർമാർ പ്രത്യേകം സഹായം ചെയ്തു തരണമെന്ന് നമ്മളെ നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നു. തൃച്ചംബരം UP സ്കൂള്, പിന്നെ സർ സെയ്ദ് കോളേജ്, പിന്നെ അതുപോലെ പിന്നെ വളരെയധികം തിങ്ങി പാർക്കുന്ന തൃച്ചംബരം നിവാസികൾ ഇവിടെയെല്ലാം കണ്ണൂരിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണിത്. അതിന് അടിയന്തരമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. പഴകിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഇത് ഇവിടെ നടപ്പാക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുന്നേ നടപടി സ്വീകരിക്കുന്നതല്ലേ നല്ലത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. CITU, INTUC, STU സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പാപ്പിനിശ്ശേരി ബീവറേജ് ഗോഡൌണിന് മുന്നിൽ ധർണ നടത്തി. പാപ്പിനിശ്ശേരി ബീവറേജ് കോർപ്പറേഷന്റെ ഗോഡൌൺ കാസർകോട്ടേക്ക് മാറ്റുന്നതിനെതിരെയാണ് ധർണ നടത്തിയത്. 3 വർഷത്തിലേറെയായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളും കുടുംബാംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു. ഗോഡൌൺ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, ബിവറേജസ് മാനേജ്മെന്റ് എന്നിവരെ അറിയിച്ചിരുന്നു. പ്രശ്നം ജില്ലയിലെ MLA-മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശവുമുണ്ടായി. ഇപ്പോൾ ഗോഡൌൺ സ്ഥലംമാറ്റത്തിന്റെ പേരിൽ 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും അവരെ ആശ്രയിച്ച് കഴിയുന്ന മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂർണമാണ്. അടിയന്തരമായി നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. ധർണ CITU ജില്ലാ സെക്രട്ടറി KP രാജൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സ്ഥാപനത്തോട് ഇതിനകത്തും പുറത്തും ബന്ധപ്പെട്ട് ഉപജീവന മാർഗമായി കണ്ടെത്തിയിട്ടുള്ള ഏതാണ്ട് 100 കണക്കിന് ആളുകളുടെ ജീവിതമാർഗം കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് മതിയായ കാരണങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാരണവുമില്ല. ബിവറേജ് കോർപ്പറേഷൻ നടത്തുന്ന മദ്യവ്യവസായം ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു വ്യവസായ ശൃംഖലയാണ്. കോടാനുകോടി രൂപയാണ് വർഷം പ്രതി ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സ്ഥാപനങ്ങൾ തുടർന്ന് വ്യവസായം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. KP സദാനന്ദൻ, കോട്ടൂർ ഉത്തമൻ, ശിവദാസൻ, പുഷ്പൻ, ഇസ്മായിൽ, ചന്ദ്രൻ, PV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. ഓവുചാൽ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ച് പണി കരാറുകാരനെ ഏൽപ്പിച്ചിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതുമൂലം നടുവിൽ ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങുന്നു. മഴ പെയ്താൽ നടുവിൽ സെൻട്രൽ ജംഗ്ഷനിലടക്കം റോഡ് പുഴയായി മാറുകയാണ്. ഓവുചാൽ ഇല്ലാതായതോടെ നടുവിൽ സെൻട്രൽ ജംഗ്ഷനിലടക്കം റോഡ് തോടായി മാറുന്ന സ്ഥിതിയാണ്. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിൽ വെള്ളവും മൂടിക്കിടക്കുന്നതുമൂലം ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാകുന്നു.
നടുവിൽ ടൗണിൽ നിന്ന് വെള്ളമൊഴുകി പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്കും താഴെ ഭാഗത്തുള്ള വീട്ടിൻമുറ്റങ്ങളിലുമാണ് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. മാടായി പഞ്ചായത്തിലെ തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പഴയങ്ങാടി BV റോഡിൽ ത്രിവേണി സ്റ്റോറിന് മുൻപിൽ പുതുതായി ആരംഭിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോർ പുതിയങ്ങാടിയിലേക്ക് മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിലക്കയറ്റത്താൽ പൊറുതിമുട്ടുമ്പോൾ ഇത്തിരി ആശ്വാസമാണ് മാവേലി സ്റ്റോറുകൾ. അതുകൊണ്ടുതന്നെയാണ് പുലർച്ചെ മുതൽ സാധനങ്ങൾ വാങ്ങാൻ വീട്ടമ്മമാർ ക്യൂ നിൽക്കുന്നതും. തീരദേശ മേഖലയിലെ പുതിയങ്ങാടിയിൽ മാവേലി സ്റ്റോർ ആരംഭിക്കണമെന്നത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ സപ്ലൈകോയുടെ മൊബൈൽ വിൽപ്പന കേന്ദ്രം പുതിയങ്ങാടിയിൽ എത്താറുണ്ട്. വ്യാഴാഴ്ച ദിവസം 12 മണിക്കെത്തുന്ന വാഹനത്തെ കാത്ത് അതിരാവിലെ തന്നെ ജനങ്ങൾ പുതിയങ്ങാടിയിൽ എത്താറുണ്ട്. പലപ്പോഴും മിക്ക സാധനങ്ങളും കൃത്യമായി കിട്ടാറില്ല. പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന BV റോഡിൽ ഒരു വർഷമായി ത്രിവേണിയുടെ അതായത് കൺസ്യൂമർ ഫെഡിന്റെ ഒരു ത്രിവേണി സ്റ്റോർ നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ മുന്നിലായിട്ടാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ഒരു യൂണിറ്റ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പാവപ്പെട്ടവരും മത്സ്യത്തൊഴിലാളികളും താമസിക്കുന്ന പുതിയങ്ങാടി മേഖലയിൽ പരിധിയിൽ വരുന്ന മൊട്ടാമ്പുറം അല്ലെങ്കിൽ പുതിയങ്ങാടി മേഖലയിലോ സപ്ലൈകോയുടെ യൂണിറ്റ് അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. പുതിയങ്ങാടിയിലെ പാവപ്പെട്ട ജനങ്ങൾ കരിഞ്ചന്തയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങേണ്ട സ്ഥിതിയിലാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ ഒതിയോത്ത് പറമ്പ് തീയ സമുദായ ശ്മശാന സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഒതിയോത്ത് ശ്മശാന പരിസരത്ത് നടന്ന ധർണ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ PP ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലക്ഷ്മണൻ തീയനാണോ? ഞാൻ പറഞ്ഞു ഞാൻ ശ്രീനാരായണി. ശ്രീനാരായണൻ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നമുണ്ട്. അത് ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കാത്തൊരു സ്വപ്നം. അത് നമ്മൾ ദിവസം ആ സ്വപ്നം കാണണം. TK രാജൻ അധ്യക്ഷത വഹിച്ചു. K രാഘവൻ, KP പവിത്രൻ, TN ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയ്ക്ക് കീഴിൽ നടത്തുന്ന 10ാം തരം തുല്യതാ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ ജയിക്കുന്നവർക്ക് SSLCക്ക് തുല്യമായ സർട്ടിഫിക്കറ്റ് പരീക്ഷാഭവൻ നൽകും. പ്രൊമോഷൻ, തുടർപഠനം തുടങ്ങിയവയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ജൂൺ 1-ന് 17 വയസ്സ് പൂർത്തിയായ 7ാം തരം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോറം വില 100 രൂപയും കോഴ്സ് ഫീസ് 1500-ഉം പരീക്ഷാ ഫീസ് 500 രൂപയുമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കോഴ്സ് ഫീസ്, പരീക്ഷാ ഫീസ് എന്നിവ സൗജന്യമാണ്. സാക്ഷ്യപ്പെടുത്തിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അപേക്ഷാ ഫോറം ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ്, വികസന വിദ്യാ കേന്ദ്രം, തുടർ വിദ്യാ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. 10 മാസം ദൈർഘ്യമുള്ള കോഴ്സ് ഒക്ടോബറിൽ ആരംഭിക്കും. ഗ്രേഡിംഗ് രീതിയിലുള്ള കോഴ്സിൽ തമിഴ്, കന്നഡ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. www.literacymission.org എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും അപേക്ഷാ ഫോറം ഉപയോഗിക്കാം. അഡ്മിഷന് വരുന്നവർ കോഴ്സ് ഫീസ്, അപേക്ഷാ ഫോറം വില, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് എന്നിവ സഹിതം എത്തണമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PP സിറാജ്, TV ശ്രീജൻ, K കുര്യാക്കോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പട്ടികജാതിക്കാരുടെ വിദ്യാഭ്യാസ ആനുകൂല്യം വർദ്ധിപ്പിക്കുക, കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി പട്ടികവർഗ മോർച്ച നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ പട്ടികജാതി പട്ടികവർഗ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയാണെന്ന് K രഞ്ജിത്ത് പറഞ്ഞു. ഈ വിദ്യാഭ്യാസ ആനുകൂല്യം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 280 രൂപ മുതൽ 780 രൂപ വരെയാണ്. നിങ്ങൾ നോക്കൂ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയത് 1000 രൂപ മുതലാണ്. ഒരു വിദ്യാർത്ഥിക്ക്, ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് 1000 രൂപ കിട്ടുന്ന സമയത്താണ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് 280 രൂപ ലംസം ഗ്രാന്റ് എന്ന രീതിയില്ല.
എത്രയോ വർഷങ്ങളായി ഈ മേഖലയിൽപ്പെട്ട ആളുകളുടെ ആവശ്യം ഈ വിദ്യാഭ്യാസ ആനുകൂല്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ന്യായമായ മാന്യമായ ആവശ്യം അത് ഇതുവരെ അംഗീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾ പോലും സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പട്ടികജാതി ജില്ലാ പ്രസിഡന്റ് കെ സുകുമാർ അധ്യക്ഷത വഹിച്ചു. കെ ഗംഗാധരൻ, PK വേലായുധൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് ധർണ നടന്നു. ഏരിയ സെക്രട്ടറി PV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കാണിച്ച മാതൃകകളുണ്ട്. എന്നാൽ UDF അധികാരത്തിൽ വന്നപ്പോൾ ആ മാതൃകകളെല്ലാം തന്നെ തിരുത്തുകയാണ്. VC രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P ഷിനോജ്, PV തമ്പാൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. റബ്ബർ വില തകർച്ചയും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും കാരണം മലയോര മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ശ്രീകണ്ഠപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയായ സാമ്പത്തിക വൈകല്യവും മൂലം കർഷകരെയും തൊഴിലാളികളെയും അതിലുപരി വ്യാപാരികളെയും ഒട്ടാകെ അകത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഗവൺമെന്റിനോട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇതോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ 20-ാം തീയതി നടത്തപ്പെടുന്ന സമരത്തിന് ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തുന്ന ധർണയിലും ഈ മേഖലയിലെ മുഴുവൻ വ്യാപാരികളെയും അവതരിപ്പിക്കുന്നതിന് വേണ്ടി മേഖലാ കമ്മിറ്റി തീരുമാനിച്ചു. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ കടകളടച്ച് സമരം ചെയ്യും. മേഖലാ പ്രസിഡന്റ് ജോർജ് തോണിക്കൽ, യൂണിറ്റ് പ്രസിഡന്റ് CC മാമുഹാജി, വൈസ് പ്രസിഡന്റ് OV ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ജില്ലാ ശുചിത്വ മിഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രബന്ധ പ്രസംഗ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ചെറുപ്പത്തിലെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സമൂഹ ശുചിത്വം എന്നുള്ള ഘടകങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. ആ ഒരു സന്ദേശം കുട്ടികളിലേക്ക് കൊടുത്താൽ നമുക്കറിയാം അത് സമൂഹത്തിന്റെ കൃത്യമായ അളവിലും തോതിലുമെല്ലാം എത്തുമെന്ന് നമ്മൾ അറിയുന്നു. അവരാണ് നമ്മളുടെ ചേഞ്ച് ഏജൻസ് എന്ന് സുദേശി പറഞ്ഞ പോലെ പരിവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടത് അവരാണ്. അവരെ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ പക്വമായ രീതിയിൽ വളർത്തേണ്ടത് ആരാണ്? അത് മുതിർന്ന സമൂഹമാണ്. കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം കലക്ടർ P ബാലകിരൺ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കലക്ടർ ഹരിത V കുമാർ, P റോസ, K ശ്രീധരൻ, PT മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സെന്റർ ഫോർ ഗ്രീൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റും ചേർന്ന് LNGയും പ്രകൃതിവാതകവും കേരളത്തിന്റെ വികസന സാധ്യതകൾ വിഷയത്തിൽ ശില്പശാല നടത്തുന്നു. 16-ന് വൈകിട്ട് 5-ന് ചേംബർ ഹാളിലാണ് സെമിനാർ. കൊച്ചിയിലെ പെട്രോനെറ്റ് LNGയുടെ ദ്രവീകൃത പ്രകൃതിവാതക ടെർമിനൽ പ്രവർത്തനക്ഷമമായതോടെ കേരളത്തിൽ പ്രകൃതിവാതകം ലഭ്യമായി തുടങ്ങി. മറ്റ് പെട്രോളിയം ഇന്ധനങ്ങളായ നാഫ്ത, ഫർണസ് ഓയിൽ എന്നിവയുടെ തുടരെയുള്ള വിലവർദ്ധനവ് എല്ലാവിധ ഉപഭോക്താക്കളെയും വ്യവസായങ്ങളെയും അതീവ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പൊതുജനങ്ങൾ വൻതോതിൽ ഉപയോഗിച്ചുവരുന്ന പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെയും വില അനുദിനം കുതിച്ചുയരുകയാണ്. ഈ അവസരത്തിൽ താരതമ്യേന വില കുറഞ്ഞതും അന്തരീക്ഷ മലിനീകരണം കുറവുള്ളതുമായ പ്രകൃതിവാതകത്തിന്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പ്രകൃതിവാതകത്തെ സംബന്ധിച്ച് ശരിയായ അവബോധം ഇനിയും രൂപം കൊണ്ടിട്ടില്ല. ഈ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനെ തുടർന്ന് വ്യാവസായിക, വാണിജ്യ, ഗാർഹിക, ഗതാഗത മേഖലകളിലെല്ലാം തന്നെ വലിയൊരു വികസന കുതിപ്പിന് സാധ്യതയുണ്ട്. ബന്ധപ്പെട്ട വ്യാപാര വ്യവസായ സമൂഹം, സാങ്കേതിക വിദഗ്ധർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബഹുജനങ്ങൾ എന്നിവരുമായി പങ്കുവയ്ക്കുന്നതിന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സെന്റർ ഫോർ ഗ്രീൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, പെട്രോനെറ്റ്, LNG എന്നിവരുമായി ചേർന്ന് ഈ വരുന്ന ആഗസ്റ്റ് 16-ന് വൈകിട്ട് 5 മണിക്ക് ചേംബർ ഹാളിൽ ഒരു ശില്പശാല നടത്തുകയാണ്.
PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ K വിനോദ് നാരായണൻ, ഡോക്ടർ MP സുകുമാരൻ നായർ, G രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും തുടിപ്പ് പ്രകാശനവും നടന്നു. സാഹിത്യകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉദ്ഘാടനം ചെയ്തു. ഒരു പോയിന്റിൽ നമുക്ക് 3 മണിക്കൂർ എടുത്തു, 5 മണിക്കൂർ എടുത്തു, ഒന്നുമല്ല. ചിന്തിക്കുന്ന ഒരു 4-5 പ്രദേശമാണ്. ചിന്തിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു വിശാലമായിട്ടുള്ള ആന്തരിക ലോകമുള്ള ആളുകൾ. സ്കൂൾ മാനേജർ PK സുബൈർ അധ്യക്ഷത വഹിച്ചു. P മുഹമ്മദ് ഇക്ബാൽ തുടിപ്പ് പ്രകാശന കർമ്മം നിർവഹിച്ചു. M കാസിം, T നഷീം, T നാഷീം, C സിദ്ദിഖ്, PV ഫസലുള്ള, VH നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂർ പ്രസ് ക്ലബ് ഫിലിം സൊസൈറ്റി ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശനത്തിൽ ദി ഫോർഗോട്ടൺ ഹീറോവിന്റെ പ്രദർശനം നടന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെ ആധാരമാക്കി ശ്യാം ബെനഗൽ സംവിധാനം ചെയ്തതാണ് ഈ ചിത്രം. अगर अभी तुम पार्टी के अनुशासन में चलने की प्रतिज्ञा करो और अहिंसा का व्रत लो, नवी चलके लगाए. 2005 ഇംഗ്ലീഷ് ഭാഷയിലാണ് സിനിമ പുറത്തിറങ്ങിയത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ ചിത്രം. कांग्रेस ने जो तुम पर बैन लगाया था, मुझे उसका साथ देना पड़ेगा. क्या करेंगे कि विश्व युद्ध का फायदा उठाकर अगर हमने अंग्रेजों को बाहर नहीं धकेला तो ऐसा मौका फिर नहीं आएगा. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് സൈക്കിൾ കഫേ നേതൃത്വത്തിൽ എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. യുവ കവയിത്രി PP റഫീനയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. TP ഖാലിദ്, മഹേശ്വരൻ പ്രത്യൂഷ, UM അനീസ്, ഹാഷിം, സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അനുദിനം വർദ്ധിച്ചുവരുന്ന മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി ISM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ സംഗമം 17-ന് 4:30-ന് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. മതത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാജ ചികിത്സകൾ തടയുക, വിശ്വാസ സാമ്പത്തിക ചൂഷണം നടത്തുന്ന പുരോഹിതരെ തിരിച്ചറിയുക, മതത്തെയും മനുഷ്യനെയും പരിഹസിക്കുന്ന മന്ത്രവാദികളെ നിയമത്തിന്റെ മുൻപിൽ എത്തിക്കുക, ജിന്നി ചികിത്സയ്ക്കെതിരെ മഹല്ലുകളിൽ ബോധവൽക്കരണം നടത്തുക, ഇതാണ് സംഗമത്തിന്റെ ലക്ഷ്യം. സംഗമം ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൾ മജീദ് സ്വലാഹി ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുൽഫിക്കർ അലി, ഹനീഫ് കായക്കാടി, അബ്ദുൾ ഷുക്കൂർ സ്വലാഹി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ KNM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ AA ബഷീർ, ISM ജില്ലാ പ്രസിഡന്റ് മഹമ്മൂദ് വാരം, MSM ജില്ലാ പ്രസിഡന്റ് അഫ്സൽ കയ്യങ്കോട്, KNM തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി അലി ശ്രീകണ്ഠാപുരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങമാസത്തിന്റെയും നല്ല ദിനങ്ങളുടെ വരവറിയിച്ച് നാട്ടിൻപുറങ്ങളിൽ ഹനുമാൻ കിരീടം വിടർന്നു. ഓണപ്പൂക്കൾ ഒരുക്കാൻ ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ യഥേഷ്ടമുണ്ടായിരുന്ന ഈ പൂക്കളും നമുക്ക് അന്യമാവുമോ? കർക്കിടകത്തിലെ വറുതിയുടെ കറുത്ത ദിനങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണെന്ന ശുഭസൂചനയും ഹനുമാൻ കിരീടം വിരിയുന്നതിന് പിന്നിലുണ്ട്. അമ്പലച്ചെടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹനുമാൻ കിരീടത്തിന്റെ ശാസ്ത്രീയ നാമം ക്ലീറോഫിൻ ഡെൻഡ്രം എന്നാണ്. വെർബനീസ് കുടുംബത്തിൽപ്പെട്ട പഗോഡ ഫ്ലവറാണിത്. ഓണപ്പൂക്കൾ ഒരുക്കാൻ ഹനുമാൻ കിരീടത്തെ യഥേഷ്ടം പണ്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് പൂക്കൾ ഏറെയൊന്നും കാണാനില്ല. നമ്മൾ ചെറുപ്പത്തിൽ
നമ്മൾക്ക് ഈ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവാണിത്. അതിന് നമ്മൾ എല്ലാം ഹനുമാൻ കിരീടം ഇങ്ങനെയൊക്കെ പറയും, ചില ആളുകൾക്ക് കൃഷ്ണകിരീടം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോഴും അത് ഈ നാട്ടിൽ കാണാൻ സുലഭമാണ്, പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ പൂവിടുന്നതിന് പ്രധാനമായിട്ടല്ല ഇപ്പം പൈസേൻ്റെയും മറ്റുള്ള പുറമേ നിന്ന് വരുന്ന പൂക്കൾ മാത്രമാണ്. തുമ്പപ്പൂ മറ്റേ ഉള്ള ഒരു പൂക്കൾ നിന്ന് നമ്മൾ ഇതിൽ കാണുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഓണം ആ നിലയിലായിട്ടുള്ളത്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം നമുക്ക് പൈസ കൊടുത്തിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് പഴയ ഒരു സാധനങ്ങൾ ഇപ്പോൾ പൂക്കള മത്സരം നടക്കുക, പൈസ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുക, എന്നിട്ട് അതിന് ഉള്ള ഒരു പ്രോത്സാഹനമാണ് ഇന്നത്തെ നാട്ടിലുള്ളത്. ശ്രീരാമന്റെ അടുത്ത ഭക്തനായ ഹനുമാന്റെ കിരീടവുമായി ഈ പൂവിന് രൂപസാദൃശ്യമുള്ളതിനാലാണ് ഹനുമാൻ കിരീടം എന്നറിയപ്പെടുന്നത്. വയലും പറമ്പും ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കൂടുതൽ കാണുന്നത്. പയ്യന്നൂർ, കല്യാശ്ശേരി, അഴീക്കോട് ഭാഗങ്ങളിൽ നിന്നും ക്യാമറ പകർത്തിയ കാഴ്ചകൾ. ഹനുമാൻ കിരീടത്തിന് പുറമെ പെഗോഡ, ചിറ്റാട, കൃഷ്ണകിരീടം, അമ്പലച്ചെടി എന്നീ പേരുകളിലും ഈ പൂക്കൾ അറിയപ്പെടുന്നു. കുറ്റിക്കാടുകളിൽ കുങ്കുമവർണ്ണം വിതറുന്ന ഹനുമാൻ കിരീടം പൂക്കളത്തിൽ എത്തുമ്പോൾ അഴക് ഏറും. കാലത്തിന്റെ ഒഴുക്കിൽ മായാതെ, മറയാതെ, മങ്ങാതെ ചിലയിടങ്ങളിലുണ്ട് ഇപ്പോഴും ഹനുമാൻ കിരീട പൂക്കൾ. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ശുചീകരണം നടത്തി മാതൃകയായി ധർമ്മശാലയിലെ തളിയിൽ CB തളിയിൽ സ്പോർട്സ് ക്ലബ്ബ്. മാതൃക അന്ധവിദ്യാലയ പരിസരമാണ് 18 പ്രവർത്തകർ ചേർന്ന് വൃത്തിയാക്കിയത്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിറ്റിസൺ പ്രോഗ്രാം ഓഫീസർ A. രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. CB തളിയിൽ ഇവിടെ മാത്രമുള്ള അന്ധവിദ്യാലയത്തെ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചേർന്നത്. അവരുടെ നിയന്ത്രണങ്ങളിലും കൂടി ഞങ്ങളെ ഒരു പങ്കുവഹിക്കൽ ആഗ്രഹം മനസ്സിലുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സംവിധാനത്തിൽ ഇനി ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിനോയ്, സുകേഷ്, ബൈജു തുടങ്ങിയവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. സഹിഷ്ണുത ലോക സമാധാനത്തിന് വിഷയത്തിൽ നെടുങ്ങോം ഗവൺമെന്റ് സ്കൂളിൽ സമൂഹ ചിത്രരചനാ ക്യാമ്പ് നടന്നു. ചിത്രകാരൻ തോമസ് കാളിയാനി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കുഞ്ഞികൃഷ്ണൻ, മാത്യു T. സഖറിയാസ്, റസാഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 68ാം സ്വാതന്ത്ര്യദിന പുലരിയിലേക്ക്. എങ്ങും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായി. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മന്ത്രി മഞ്ഞളാംകുഴിയലി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധകാലത്ത് തന്റെ സ്വർണമാല യുദ്ധഫണ്ടിലേക്ക് സംഭാവന നൽകിയ പഴയങ്ങാടിയിലെ നബീസുമ്മ രാജ്യസ്നേഹത്തിന്റെ മാതൃക. നബീസുമ്മയ്ക്ക് നാടിന്റെ ആദരം. സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമശക്തി അവാർഡ് നേടിയ പട്ടുവം മംഗലശ്ശേരിയിലെ K. ബിന്ദു വിജയത്തിളക്കത്തിൽ. കൃഷിയിലും കാർഷിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിലുമുള്ള ബിന്ദുവിന്റെ വൈദഗ്ധ്യത്തിന് അംഗീകാരമായി അവാർഡ്. തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ യാഥാർത്ഥ്യമായില്ല. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ തീരദേശവാസികളടക്കം ദുരിതത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.